മമ്മൂട്ടിയുടെ നായികയായി സിനിമയിലെത്തിയ നീന കുറുപ്പ് ശക്തമായ വേഷങ്ങളിലൂടെ സിനിമയിൽ വീണ്ടും സജീവമാകുന്നു. പുസ്തകമാണ് പുതിയ ചിത്രം. പ്രമുഖ സംവിധായകരുടെ ചിത്രങ്ങളിലേക്കും നീനയ്ക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട്. മികച്ച അവസരങ്ങൾ തേടി വരുന്നതിൽ സന്തോഷമുണ്ടെന്ന് നീന കുറുപ്പ് കൊച്ചിയിൽ മനോരമ ന്യൂസുമായി സംസാരിക്കുകയായിരുന്നു താരം. നിന്നെ നേർവഴിക്ക് നടത്താനുള്ള അധികാരം കുഞ്ഞമ്മാവൻ എനിക്കാണ് തന്നിട്ടുള്ളത്. അറിയാമോ നിനക്ക്? അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്നെ നേർവഴിക്ക് നടന്നേനെ. നീ എന്നാ ശ്രീധരനെ കളിയാക്കാ? മനുഷ്യ, എന്റെ തലയിൽ കയറിയിരിക്കാൻ ഒരാളും ഞാൻ സമ്മതിക്കില്ല. ഞാൻ വേണമെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാം, പക്ഷെ എന്നെ ആരും ഉപദേശിക്കുന്നതോ എന്റെ കാര്യത്തിൽ ഇടപെടുന്നതോ എനിക്ക് ഇഷ്ടമല്ല. മനസ്സിലായോ? ശ്രീധരനോട് തർക്കുത്തരം പറയുന്ന തന്റേടിയായ ഈ പെണ്ണ് ആരെന്ന് മലയാളി അന്വേഷിച്ചത് 24 വർഷം മുമ്പാണ്. സത്യൻ അന്തിക്കാടിന്റെ ശ്രീധരന്റെ ഒന്നാം തിരുമുറിവ് എന്ന ചിത്രം സമ്മാനിച്ച നടി നീന കുറുപ്പ്. അഭിനയം തുടങ്ങി കാൽനൂറ്റാണ്ടെത്തുമ്പോഴും ഈ അഭിനേത്രിയെ പ്രേക്ഷകൻ സിനിമയിൽ കൂടുതലൊന്നും കണ്ടില്ല. കാരണം അന്വേഷിച്ചു. അന്നൊക്കെ വന്നവർക്കൊന്നും അത്രയ്ക്കൊരു എന്താ പറയാ, ഒരു കരിയർ ഫോക്കസ്ഡ് ആയിരുന്നില്ല. കരിയറിൽ ഈ ഒരു പ്രൊഫഷനിൽ ഫോക്കസ്ഡ് അല്ലായിരുന്നു തോന്നുന്നു. എനിക്ക് അറ്റ്ലീസ്റ്റ് ഞാനല്ലായിരുന്നു. എനിക്ക് അന്ന് എനിക്ക് കൂടുതൽ ഒരു പാസ്റ്റ് ടൈം വരും. ഇന്ന് എനിക്ക് പിന്നെയും വേറൊരു ജോലി ഇല്ലാത്തതുകൊണ്ട് ഇത് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് എടുക്കുന്നതല്ലാതെ അന്ന് എനിക്ക് ആക്ട്രസ് ആവണം എന്നൊരു എൻ്റെ ഒരു ലൈഫിന്റെ ഒരു എയിമോ ഒന്നും ആയിരുന്നില്ല. ലെറ്റ്സ് ട്രൈ ഔട്ട് എന്നൊരു ഫീലിംഗ് മാത്രമായിരുന്നു അന്ന് ചെയ്തത്. അപ്പൊ അങ്ങനെ കുറെ കാലം ട്രൈയിങ് ഔട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ ഓഫ് കോഴ്സ് ഇനിയിപ്പോ വേറൊരു ജോലിയൊന്നും കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഐ എം ഓൺലി ഗോയിങ് ടു ബി ആൻ ആക്ട്രസ്. ഇതിനിടയിൽ പഞ്ചാബി ഹൌസിലെ കരീഷ്മയായിരുന്നു ഓർമ്മിക്കാവുന്ന വേഷം. നീന വീണ്ടും തിരക്കിലേക്കെന്ന് സിനിമ ഇഷ്ടപ്പെടുന്നവരും കരുതി. പക്ഷേ കോൾസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് അത് കഴിഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ എനിക്ക് മോളൊക്കെ ആയി. അങ്ങനെ എനിക്ക് അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റില്ലായിരുന്നു വർക്കിനൊന്നും. പുസ്തകം എന്ന കുട്ടികളുടെ ചിത്രം നീനയ്ക്ക് പ്രതീക്ഷ നൽകുന്നു. ഒരു തമിഴ് സ്ത്രീന്റെയാണ്. പേര് മല്ലി. ചേരിയിൽ താമസിക്കുന്നത്. അങ്ങനെ ഇവിടെ വന്ന് താമസിക്കുന്നതാണ്. എന്റെ മോനാണ് ഒരു മെയിൻ കഥാപാത്രം. പാവപ്പെട്ടവരാണ്. പക്ഷെ മോനെ നന്നായിട്ട് പഠിപ്പിക്കുന്നു, നന്നായിട്ട് വളർത്തുന്ന ഒരു അമ്മയായിട്ട്. ചേരിയിലെ വേഷം നീനയെ തേടി വരുന്നത് ഇതാദ്യം. ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടറാണ്. ഒരു തമിഴ് സ്ത്രീന്റെ ക്യാരക്ടർ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ അതേപോലെ വളരെ ഈ ചേരിയിലൊക്കെ താമസിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു കൾച്ചർ ഞാൻ ഈ റോഡിൽ കൂടി നമ്മൾ പാസ് ചെയ്ത് പോകുമ്പോൾ കാണുന്നു എന്നല്ലാതെ ഇതുവരെ ഞാൻ അങ്ങനെ ഒരു ഇതൊന്നും ചെയ്തിട്ടുമില്ല. അങ്ങനത്തെ ആൾക്കാരായിട്ട് ഞാൻ കൂടുതൽ എന്താ പറയാ കൂടുതലായിട്ട് മിങ്കിൾ ചെയ്തിട്ടില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ച് വർക്ക് ചെയ്യാനുണ്ടാവും ഇതിൽ ഈ ക്യാരക്ടർ. ഇങ്ങനെയൊക്കെയാണെങ്കിലും മടങ്ങി വരവ് എന്ന് പറയുന്നതിനോട് നീന കുറുപ്പിന് യോജിപ്പില്ല. കാരണം സിനിമയിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. സിനിമയിൽ നിന്ന് മടങ്ങി വരിക എന്ന് പറയാൻ സിനിമയെ ഞാൻ വിട്ടുപോയി എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ സിനിമകൾ വളരെ കുറവായി ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ.